ാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ശിഷ്യന്മാരെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പ്രാർത്ഥനയുടെ ഒരു മോഡൽ എന്ന നിലയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് 6-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു കൺസേൺ, നമ്മളിലേക്കുള്ള ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ വേർപെട്ട അല്ലെങ്കിൽ ദൈവമക്കളായ നാം ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ, നമ്മുടെ ആരാധനകളിൽ ഇതുപോലെ എന്ത് ചെയ്യാറില്ല, നമ്മൾ ചൊല്ലാറില്ല, നമ്മളത് ഉദ്ധരിക്കാറില്ല. അതിൻ്റെ ഒരു കാരണം കർത്താവ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ കൃത്യമാണ്. നിങ്ങൾ ഇവണ്ണം എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രേ ലൈക്ക് ദിസ്. പ്രേ ദിസ് എന്നല്ല പറഞ്ഞത്, ഇതുപോലെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒത്തിരി കണ്ടന്റ് ഉണ്ട്, ഒത്തിരി ദൈവശാസ്ത്രപരമായ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കും, നമ്മുടെ ഹൃദയമാണ് പകരുന്നത് എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കേണ്ടതായ ഒരു വിധമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് വേണം കർത്താവിനോട് എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അത് ഈ പ്രാർത്ഥനയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു പ്രാർത്ഥനയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കേണ്ടത്, ഒരു പ്രാർത്ഥനയുടെ ഘടന എന്താണ് എത്തിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർമൺ നോട്ട് കുറിക്കുന്നവർക്ക് ഒരു കാര്യം ഇങ്ങനെ എഴുതാം: ലോർഡ് ടീച്ച് മീ ഓർ ടീച്ച് അസ് ടു പ്രേ. പ്രൈസ് ദി ലോർഡ്. സർമൺ നമ്പർ 1. പ്രൈസ് ദി ലോർഡ്. ഇനി അത് തന്നെ എല്ലാ ആഴ്ചയിലും ഈ ടൈറ്റിൽ തന്നെയാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. Lord, teach us to pray. Praise the Lord. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എല്ലാ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രാരംഭമായി ഒരു വാക്യം മാത്രം ഇന്നൊന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. 9-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മതി. പ്രൈസ് ദി ലോർഡ്. അത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. സോ അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ഒരു ചിന്തയ്ക്കൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, പ്രേയർ ഈസ് ഓൾ അബൌട്ട് റെസ്റ്റിംഗ് ഓൺ അവർ ലോർഡ്. ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണ ആശ്രയമാണ് വാസ്തവത്തിൽ എന്ത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള നമ്മുടെ സകല അല്ലെങ്കിൽ നമ്മുടെ സമസ്തവും ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് ആ വാക്യവും നമ്മെ ഓർപ്പിക്കുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 3 കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ ഒരൊറ്റ സെന്റൻസിൽ 3 കാര്യങ്ങൾ നമ്മുടെ പിതാവിനോടുള്ള ബന്ധത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ഞാൻ അതിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, അവർ ഫാദർ വിച്ച് ആർ ഇൻ ഹെവൻ. നമ്മുടെ ദൈവം എവിടെയാണ്, നമ്മുടെ പിതാവ് എവിടെയാണ്, സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മാറ്റേഴ്സ്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പിതാവ് എവിടെയായിരിക്കുന്നു, സ്വർഗത്തിലായിരിക്കുന്നു. So that talks about a relationship. Praise the Lord. അത് പ്രത്യേകം ഓർപ്പിക്കുന്നത്, എന്നെ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം എനിക്ക് കേവലം ഒരു ദൈവമല്ല, മറിച്ച് എന്താണ്, എനിക്ക് ഒരു പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് മൈ ഫാദർ. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. യഹൂദന്മാർക്ക്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അഡ്രസ് ചെയ്യാനായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു. കാരണം അവർക്ക് യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്ന പദം അവരുടെ അധരങ്ങളിൽ അവർ വളരെ പേടിച്ചാണ് ഉപയോഗിക്കുന്നത്. They give more reverence to the word called Yahweh because they are very fearful
ടു പ്രൊനൗൺസ് ദി ഗോഡ്സ് നെയിം. ദൈവത്തിൻ്റെ പേര് വിളിക്കാൻ അവരെന്ത് ചെയ്തു? ഭയപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ യഹൂദ ശാസ്ത്രിമാർ, ദി സ്ക്രൈബ്സ്, വാട്ട് ഈസ് ദ ജോബ് ഓഫ് എ സ്ക്രൈബ്? ഹലോ, സ്ക്രൈബിൻ്റെ ജോലി എന്താണ്? എഴുത്തല്ലേ? അവരിങ്ങനെ ഈ ബൈബിളൊക്കെ എഴുതിക്കൊണ്ട്, പണ്ടത്തെ പോലെ പേപ്പറിലാണോ ബൈബിൾ എഴുതുന്നത്? അല്ല. The Bible or the scripture is written on scrolls, അല്ലേ? ഒത്തിരി വലിയ ചുരുളുകളിലാണ് എഴുതുന്നത്. ഈ ചുരുളുകളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് കീറിയൊക്കെ പോകും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അതപ്പോൾ ദി സ്ക്രൈബ്സ് ഡ്യൂട്ടി ഈസ് ടു കോപ്പി ദാറ്റ് സെയിം സ്ക്രിപ്റ്റ് ഇൻ ടു എ ന്യൂ സ്ക്രോൾ. പുതിയ സ്ക്രോളിലോട്ട് എന്ത് ചെയ്യണം? അത് പകർത്തി എഴുതണം. അതാണ് ഈ ശാസ്ത്രിമാർ പലരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പകർത്തി എഴുതുന്ന സമയത്ത് ഇവർ യഹോവ എന്ന പദം വരുന്നിടത്ത് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അത് എഴുതുന്നതിന് മുമ്പ് അവരുടെ പേന അല്ലെങ്കിൽ തൂവലൊക്കെ അവിടുന്ന് മാറ്റി വെച്ചിട്ട് ദേ വിൽ ഗോ ആൻഡ് വാഷ് ദെയർ ഹാൻഡ്സ്. അവർ പോയി എന്ത് ചെയ്യും? അവരുടെ കൈ കഴുകും. കഴുകിയിട്ട് ദേ വിൽ കം ആൻഡ് ടേക്ക് എ ന്യൂ പെൻ ടു റൈറ്റ് ദ നെയിം യാഹ്വേ. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്ന പദം വരുന്ന സമയത്ത് അവർ എഴുതുമ്പോൾ അവർ എഴുന്നേറ്റ് അവർ ചെന്ന് കൈ കഴുകി ശുദ്ധി ചെയ്തിട്ട് അവർ വീണ്ടും മടങ്ങി വന്ന് പുതിയ പേന എടുത്ത് തന്നെയും യാഹ്വേ എന്ന് എഴുതും. കാരണം അവർ ആ വാക്കിനെ അത്രമാത്രം ഭയപ്പെടുകയും അത്രമാത്രം ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ യഹോവയുടെ നാമം വൃഥ അവരുടെ അധരങ്ങളിൽ എന്ത് ചെയ്യത്തില്ല? എടുക്കുകയില്ല. പിന്നെ അവരതിന് ചെയ്യുന്നൊരു പരിപാടി, എപ്പോഴും ഈ യാഹ്വേ എന്ന് വിളിക്കുന്നതിന് പകരമായി അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയോടനുബന്ധിച്ച് പേരുകൾ ഇടാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു യഹോവ ഇരേ, യഹോവ ശാലോം, യഹോവ റാഫ. അപ്പോൾ കർത്താവ് അവർക്ക് എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതെല്ലാമാണ് ദൈവത്തെ വിളിക്കുന്ന പേരുകളായി മാറിയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ദൈവം തന്ന പദവി, പ്രൈസ് ദി ലോർഡ്, എന്താണ്? നമ്മുടെ കർത്താവിനെ ഫാദർ എന്ന് വിളിക്കാനായി, പിതാവേ എന്ന് വിളിക്കാനായി, അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായി പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ ഹൗ പ്രിവിലേജ്ഡ് വി ആർ. നമ്മൾ പാപത്തിൽ വീണിരുന്നു, നമ്മൾ പാപികളായിരുന്നു. നമുക്ക് ദൈവത്തെ, നമ്മുടെ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. അവനെ ഒരിക്കൽ പോലും യഹൂദന്മാർ ഭയപ്പെട്ട് വിളിച്ചിരുന്ന ആ ദൈവത്തെ നമുക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. ബിക്കോസ് വി വെർ അണ്ടർ സിൻ, വി വെർ സിന്നേഴ്സ്. എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായി അവൻ ക്രൂശിൽ മരിച്ചത് നിമിത്തമായി നമ്മുടെ പാപങ്ങൾ പോക്കിയത് കൊണ്ട്, നമ്മുടെ പാപങ്ങൾ ഇല്ലാതായത് കൊണ്ട് we were adopted into his family and we were able to pronounce his name as Father. അവനെ അവന്റെ കർത്താവിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വീകരിച്ചത് നിമിത്തമായി, പ്രൈസ് ദി ലോർഡ്, നമ്മൾ എന്തായി മാറി? ദൈവ മക്കളായി മാറി. We were able to call our Lord as Father. Praise the Lord. Hallelujah. വാസ്തവത്തിൽ ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത്, ദത്തെടുക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്, മാതാപിതാക്കൾ ചെന്നാണ് ആരെ ദത്തെടുക്കുന്നത്? മക്കളെ ദത്തെടുക്കുന്നത്. അല്ലെങ്കിൽ മക്കളില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഈ എന്ത് ചെയ്യും? മേ ബി ദി കൺസേൺഡ് പീപ്പിൾ അല്ലെങ്കിൽ പാരന്റ്, അവർ ചെന്നിട്ട് ആരെങ്കിലും ഇവനെയോ എൻ്റെ മകളോ മകനാക്കി എന്ത് ചെയ്യും? അവർ ദാറ്റ് ഈസ് എ നോർമൽ പ്രൊസീജിയർ ഫോർ അഡോപ്ഷൻ. എന്നാൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, പ്രൈസ് ദി ലോർഡ്, മക്കൾ പോയിട്ട് ഇന്നാരെൻ്റെ അപ്പനാകണം അമ്മയാകണമെന്ന് പറഞ്ഞ് തിരിച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും അവസ്ഥയിൽ ആരെങ്കിലും എൻ്റെ അപ്പനായിട്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പനായിട്ടൊന്ന് അഡോപ്റ്റ് എങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ച് അപ്പനമ്മമാരെ ആരും മക്കൾ എന്ത് ചെയ്തിട്ടില്ല? അഡോപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് പ്രിവിലേജ് തന്നത്, എൻ്റെ കർത്താവിനെ, എൻ്റെ ദൈവത്തെ എനിക്ക് പിതാവായി അഡോപ്റ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. I can take my God as my father. എൻ്റെ ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് അപ്പനായി എനിക്ക് എന്ത് ചെയ്യാം? കൂടെ കൂട്ടാം. ദാറ്റ് വാസ് എ പ്രിവിലേജ്. ഒരു കാലത്ത് ദൈവത്തിന്റെ പേര് ഉച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എൻ്റെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനായി. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മീൻസ് എ ലോട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നതും വഴിയെ പോകുന്ന ഒരാളോട് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ?
പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പ്രൈസ് നമ്മുടെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതും വഴിയെ പോയി ആരോടെങ്കിലും ചോദിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇഫ് യു നീഡ് സംതിങ്, it is our rightful duty to ask to our parent, to our father, അപ്പ എനിക്ക് ഇന്ന സാധനം വേണം, പപ്പ എനിക്ക് ഇന്ന സാധനം മേടിച്ചു തരുമോ എന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തം പിതാവിനോട് ചോദിക്കാം. Can you just ask to anyone walking through the street, hello brother, come here, I need something, എനിക്ക് ചില കാര്യങ്ങൾ വേണമെന്ന് വഴിയെ പോകുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ചോദിക്കാനുള്ള പ്രിവിലേജ് ഉള്ളത് നമ്മുടെ സ്വന്തം പിതാവിനോടാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വേറെ ആരോടുമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഴിയെ പോകുന്ന ഒരുവനോടല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ പിതാവിനോടാണ്. സോ that means your prayer, നമ്മുടെ പ്രാർത്ഥനകൾ അഡ്രസ് ചെയ്യുന്നത്, നമ്മുടെ പ്രാർത്ഥന നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സ്വന്തം പിതാവിനോടാണ്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ കെഞ്ചി ചോദിച്ചാൽ ഏതപ്പനാണെങ്കിലും എന്ത് ചെയ്യും? സാധിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മക്കൾ അപ്പ എനിക്ക് ഇന്നൊരു സാധനം വേണമെന്ന് ഹല്ലേലൂയ നമ്മളോട് കേണപേക്ഷിച്ച് പറഞ്ഞാൽ കരുണയുള്ള ഒരു അപ്പനാണെങ്കിൽ എന്ത് ചെയ്യും? അത് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെല്ലുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തുന്നത് മറ്റൊരിടത്തേക്കല്ല, നമ്മുടെ പിതാവിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. The heavenly Father is there to listen to our prayer. നമ്മുടെ പ്രാർത്ഥനകൾ, ലോകത്തിൽ നമ്മുടെ ഒരു അപ്പൻ നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആകത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു വഴിപോക്കനോടല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു അഡ്രസ്സും ഇല്ലാത്തവനോടല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യു ആർ പ്രേയിങ് ടു യുവർ ഫാദർ, നിങ്ങളുടെ പിതാവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് തിങ് ഇൻ ദി പ്രയർ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? എൻ്റെ പിതാവിനോടാണ്. I am talking to my father. Praise the Lord. Hallelujah. അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, our relationship that matters. Praise the Lord. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രൈസ് വെറുതെ ഒരു പ്രാർത്ഥനയല്ല, ഞാൻ എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. How privileged I am. That means how privileged I am to call the Lord as my father. എൻ്റെ ദൈവത്തെ എനിക്ക് അപ്പ എന്ന് വിളിക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ഈ രാത്രികാലം, ഇന്ന് ഈ വൈകവേളയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലുന്നത് പ്രൈസ് ദി ലോർഡ് പിതാവിനോടാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നിർത്തണ്ട. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. കാരണം ഒരു പിതാവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു റിയാലിറ്റി അവിടെ പറയുകയാണ്. അവിടെ ആ വാക്യത്തിൻ്റെ ടെൻസ് ഒന്ന് ഓർത്ത് നോക്കുകയും, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ, ഇംഗ്ലീഷിൽ വായിക്കുന്നത് അവർ ഫാദർ ഹൂ ഈസ് ഇൻ ഹെവൻ. ഹൂ വാസ് ഇൻ ഹെവൻ ആണോ? അല്ല, ഹൂ ഈസ് ഇൻ ഹെവൻ. ദോ ആർട്ട് ഇൻ ഹെവൻ. പ്രൈസ് ദി ലോർഡ്. ദ ഗോഡ് ഹൂ എക്സിസ്റ്റ് ടിൽ ടുഡേ. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഉള്ള ഒരുവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത് പ്രൈസ് ദി ലോർഡ് ഇന്നും ജീവനോടെ എൻ്റെ പ്രാർത്ഥന റിസീവ് ചെയ്യാൻ കഴിയുന്ന ഒരുവൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ദി അതർ എൻഡ് there is someone who is ready to hear my cry, who is ready to hear my prayer. എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്ന ഒരാൾ അപ്പുറത്തുണ്ട്, still alive. ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, we are praying to a God who is real. Praise the Lord. നമുക്ക് വേണ്ടി ജീവനോടെ ഇന്നും ഇരിക്കുന്ന ഒരു ദൈവം. He was not our God, he is our God. Praise the Lord. അവൻ നമുക്ക് ദൈവമായിരുന്നവനല്ല, he is still our God. ഇന്നും നമുക്ക് വേണ്ടി ഉള്ള ഒരു ദൈവമാണ്. Praise the Lord. He is that unchanging God for eternity. He is the unchanging God from eternity. നിത്യത മുതൽ തന്നെ ഹല്ലേലൂയ ഒരിക്കൽ പോലും മാറ്റമില്ലാത്ത ഒരുവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന
ചെന്നെത്തുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? someone is there who is listening, someone is who is there who is receiving our prayer. Praise the Lord. നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ അങ്ങേ തലയ്ക്കൽ ആരുമില്ലെങ്കിൽ എത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഫോൺ വിളിക്കാം, മൊബൈലിൽ വിളിച്ചു, അപ്പുറത്തെ ആൾ കട്ടായി, അപ്പുറത്തെ ആളുടെ കണക്ഷൻ പോയി, നമ്മൾ പിന്നെ നീണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുമോ? നമ്മളവിടെ നിർത്തും. ഹലോ ഹലോ 2-3 പ്രാവശ്യം വിളിക്കും, കേട്ടില്ലെങ്കിൽ പിന്നെ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മളവിടെ ഓഫ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങേ തലയ്ക്കൽ പ്രൈസ് ഒരാളുടെ അടുത്തേക്ക് ഇത് എത്തുന്നുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിജയിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കരയുന്നതും ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ഈ ചുവരുകൾക്കുള്ളിലല്ല ഒതുങ്ങി നിൽക്കുന്നത്. അങ്ങേ തലയ്ക്കൽ എൻ്റെ പിതാവ് അത് കേൾക്കുന്നുണ്ട്. ബിക്കോസ് ഹൂ ഈസ് വൺ സ്റ്റിൽ ഇൻ ഹെവൻ, അവൻ സ്വർഗത്തിലുണ്ട്. അവൻ്റെ അടുക്കലേക്കാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നത്. എൻ്റെ പ്രാർത്ഥന ചെന്നെത്തുന്ന അല്ലെങ്കിൽ ചെന്ന് റിസീവ് ചെയ്യാനായി ഒരു കർത്താവുണ്ട്. സോ അവർ പ്രേയർ ഈസ് നോട്ട് ഇൻ വെയിൻ. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നഷ്ടമല്ല. പ്രൈസ്, ഉപവസിച്ചത് ഒരിക്കലും നഷ്ടമല്ല. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചത് നഷ്ടമല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെ ശബ്ദവും അവൻ്റെ കാതിലെത്തിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചതും നിലവിളിച്ചതും നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ അപേക്ഷിച്ചതെല്ലാം അവൻ കേട്ടിട്ടുണ്ട്. ഹി ഈസ് ദേർ സ്റ്റിൽ അലൈവ്. അവൻ നമുക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സോ ഒന്നാമത്തെ കാര്യം, എൻ്റെ ദൈവത്തെ എനിക്ക് പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ പ്രാർത്ഥനയുടെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറ്റൊരാളോടല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ജീവനെ തന്ന, എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, there is a reality that my God is still alive and still existing for me to hear my prayer. Praise the Lord. മൂന്നാമത്തെ കാര്യമാണ് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചത്. This prayer speaks about a realization that our prayer is going to heaven. Praise the Lord. നമ്മൾ എങ്ങോട്ടാ പ്രാർത്ഥിക്കുന്നത്? ആ സല്യൂട്ടേഷൻ തന്നെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അവിടെ പറഞ്ഞ പദം തന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിലുള്ള ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഈ പ്രെയർ എല്ലാം എങ്ങോട്ടാണ് ചെല്ലുന്നത്? It is going to heaven actually. Praise the Lord. നമ്മുടെ പ്രാർത്ഥന ഏത് ഓഫീസിലാണ് റിസീവ് ചെയ്യുന്നത്? Praise the Lord. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിലോട്ടാണോ ചെല്ലുന്നത്? Praise the Lord. അല്ല, ഒരു ഗവൺമെൻറ് ഓഫീസിലോട്ടല്ല നമ്മുടെ പ്രാർത്ഥന ചെല്ലുന്നത്. നമ്മുടെ പ്രാർത്ഥന it is right away going into the office of heaven, in the heavenly office. Hallelujah. സ്വർഗത്തിലെ ഓഫീസിലേക്കാണ് ഇത് ചെല്ലുന്നത്. Praise the Lord. Hallelujah. ഒരുപക്ഷെ ലോകത്തിലെ ഓഫീസുകൾ നമുക്ക് വേണ്ടി വാതിൽ അടയ്ക്കുമായിരിക്കാം. ലോകത്തിന്റെ ഈ ഓഫീസുകൾ ഒരുപക്ഷെ നമ്മുടെ ഫയലുകൾ കെട്ടിക്കിടക്കുമായിരിക്കാം. ലോകത്തിൽ ഓഫീസുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിരിക്കും. എന്നാൽ when the file is reached on the heaven, സ്വർഗത്തിൽ ആ ഫയൽ എത്തിയിട്ടുണ്ടെങ്കിൽ it is moving in the heaven. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയും? എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന പ്രാർത്ഥന it is nothing revolving in this world. ഈ ലോകത്തിൽ കറങ്ങി നടക്കുന്നതല്ല. Praise the Lord. അതങ്ങ് സ്വർഗത്തിലെത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു അപേക്ഷ നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊടുത്താൽ ആഴ്ച തോറും നമ്മൾ കയറി ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും അവിടെ ചെന്നിട്ട് എന്തോയെന്ന് അവിടുത്തെ ഓഫീസിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അവിടെ ഒരു ദിവസം ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത് നാളെ വരാൻ പറയും. പിന്നെ ചെല്ലുമ്പോൾ പറയും അത് ശരിയായിട്ടില്ലെന്ന് പറയും, അടുത്ത ദിവസം വരാൻ പറയും. അങ്ങനെ 100 വട്ടം കയറി ഇറങ്ങുമ്പോഴാണ് ഒരു കാര്യം സാധിപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത്. ഹാലേലൂയ. ചുവപ്പ് നാടയിൽ അതിങ്ങനെ കെട്ടി അവിടെ വെച്ചേക്കും. എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ ആന്നാരം എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. എന്നാൽ സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന ചെന്നാൽ, if the heaven is controlling it, സ്വർഗമാണ് അത് നിയന്ത്രിക്കുന്നെങ്കിൽ he will do it in a perfect way. Because heaven is a place of honor. Praise the Lord. സ്വർഗത്തിന് തെറ്റുപറ്റത്തില്ല. സ്വർഗത്തിൽ നമ്മുടെ ഫയൽ മിസ്സിംഗ് ആവത്തില്ല. സ്വർഗത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പെൻഡിങ് ഉണ്ടാകത്തില്ല. സ്വർഗത്തിൽ നമുക്കൊരിക്കലും സാധിക്കത്തില്ലെന്ന് പറയത്തില്ല. ഇതിവിടെ നടക്കത്തില്ലെന്ന് സ്വർഗത്തിന് പറയാൻ കഴിയത്തില്ല. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് സ്വർഗത്തിന് പറയാൻ പറ്റത്തില്ല. Because heaven is a place of honor and heaven is a place of success.
പ്രൈസ് ദി ലോർഡ്. സ്വർഗം എന്ന് പറയുന്നത് കാര്യം സാധിപ്പിക്കുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. റിജക്റ്റ് ചെയ്ത് വിടുന്നതല്ല. നമ്മുടെ പ്രാർത്ഥന ഇവിടെ ഈ ഓഫീസിൽ നടക്കത്തില്ലെന്ന് ഒരുപക്ഷെ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഇതിവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഈ ലോകത്തിൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ സ്വർഗത്തിൽ ഒരു പെറ്റീഷൻ ചെന്നാൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ ഒരു അപേക്ഷ ചെന്നാൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിന് പറയാൻ കഴിയത്തില്ല ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് സ്വർഗത്തിന് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് അവർ പ്രേയർ ഈസ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും മഹത്തായ ഒരു കാര്യം, എൻ്റെ പ്രാർത്ഥന ഇവിടെ എങ്ങും അല്ല നിൽക്കുന്നത്. ഇറ്റ് ഈസ് റൈറ്റ് അവേ ഗോയിങ് ടു ഹെവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ സ്വർഗത്തിൽ നിന്നൊരു കാര്യം തീർപ്പാക്കിയാൽ ഇറ്റ് വിൽ ബി വെരി ഫാസ്റ്റ്. അറിയാവത്? ഞാൻ ഇവിടുത്തെ കോണ്ടക്സ്റ്റിൽ പറയുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞാനൊരു അപേക്ഷ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തു വിചാരിച്ചു. അവിടെ കൊടുത്തിട്ട് ആഴ്ചകളോളം അതിങ്ങനെ അവിടെ കിടക്കുകയാണെങ്കിൽ അത് അവസാനം എൻ്റെ ഒരു സ്വാധീനമൊക്കെ ചെലുത്തി ഞാനത് അതിൻ്റെ ഹയർ അതോറിറ്റിയുടെ അടുത്തേക്ക് ചെല്ലും. ഹയർ അതോറിറ്റിയും അത് കുറച്ച് താമസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ പിന്നെ ഞാൻ നേരെ ഒരുപക്ഷെ MLA വല്ലതും കാണാൻ പോകും. MLAയുടെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എന്തു ചെയ്യും? ചെല്ലും. ഈ മുഖ്യമന്ത്രിയും കൊണ്ടും ചിലപ്പം സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെയുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പുള്ളിയുടെ അടുത്തോട്ട് ചെല്ലാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ചിലപ്പം ചെയ്യാൻ വൈകിപ്പോയാൽ അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ കോൺഗ്രസ് പ്രസിഡന്റിനോട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പറയാം. ഇഫ് ദറ്റ് പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് കൊടുക്കാമെന്ന് വിചാരിക്കുക, ഇന്ന വ്യക്തിക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ കാര്യം സാധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മേ ബി വിത്ത് ദ റൈറ്റ് ടൈം, ആ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കാര്യം എന്ത് ചെയ്യും? നടക്കും. ബിക്കോസ് ഹൂ ഹാസ് ഇൻവോൾവ് ഇൻ ഇറ്റ്, ആരെന്നത് ഉൾപ്പെട്ടിട്ടുണ്ട്? ഒരു പ്രസിഡന്റ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആർക്കും പിന്നെ മറ്റ് പോം വഴിയൊന്നും നോക്കാൻ കഴിയത്തില്ല. ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദ വെരി മൊമെന്റ് ആ കാര്യം സാധിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ദി കമാൻഡ് ഈസ് കമ്മിങ് ഫ്രം വെയർ? അതെവിടുന്നാണ് വരുന്നത്? അത് ആ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്നാണ് വരുന്നത്. പ്രസിഡന്റ് ഒരു കാര്യം തീർപ്പ് കൽപ്പിച്ചാൽ ഇത് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ആളാണെങ്കിലും അതെന്ത് ചെയ്യണം? അത് തീർപ്പ് കൽപ്പിച്ചേ മതിയാകുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഒരു കൽപ്പന കൊടുത്താൽ, പ്രൈസ് ദി ലോർഡ്, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും? അത് മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെയൊക്കെ ഇവിടെ ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും പല കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വളരെ ഉന്നതമായ ആളുകൾ ഒരു നിമിഷം കൊണ്ടൊന്ന് ചിന്തിച്ചപ്പോൾ, ഒന്ന് പറഞ്ഞപ്പോൾ, ഒരു വാക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ കാര്യങ്ങൾ സാധിച്ചു വന്നതൊക്കെ നിങ്ങൾ പലർക്കും അനുഭവങ്ങൾ കാണും. എന്നാൽ ഇവിടുത്തെ ഒരു രാജാവിനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരിയെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവന്റെ അടുക്കലേക്കാണ് ചെല്ലുന്നതെങ്കിൽ, if he is commanding something or if he is declaring something within the next moment, that will happen in our life. അടുത്തൊരു നിമിഷത്തിൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. So our prayer is right away going into ഹെവൻലി ഓഫീസ്. സ്വർഗത്തിൻ്റെ ഓഫീസിലോട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ റൂമിനകത്തിരുന്ന് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിസാരമാണെന്ന് കാണണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ റൂമിലിരുന്ന് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കരച്ചിൽ നിസാരമാണെന്ന് കാണണ്ട. അത് എവിടേക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്? വി ആർ ഫയലിംഗ് അവർ പെറ്റീഷൻ ഇൻ ഹെവൻ. നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ അപേക്ഷ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലാണ് നമ്മുടെ അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം ഇടപെട്ടാൽ വിതിൻ ദ നെക്സ്റ്റ് മോമെന്റ് അതിന് സാധ്യതയുണ്ട്, അതിനുമേൽ അത്ഭുതങ്ങളുണ്ട്. Praise the Lord. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന എത്തുന്ന ഇടം സ്വർഗമായതുകൊണ്ട് how revered we need to be. എത്ര ഭയം നമുക്ക് വേണം. കാരണം ഇത് കൈകാര്യം ചെയ്യുന്നത് ലോകത്തിലെ സാധാരണപ്പെട്ടവരല്ല. ഇത് കൈകാര്യം ചെയ്യുന്നത് സ്വർഗീയ ദൂതന്മാരാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് സ്വർഗമാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് എത്രമാത്രം നാം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം, ഭയമുള്ളവരായിരിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, that implies we are praying to a father. It speaks that we are speaking to a reality which is still existing today, who is in heaven. ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിലുള്ള. Praise. It also signifies that our prayer is going to an heavenly abode. ഹല്ലേലൂയ. സ്വർഗത്തിലേക്കാണ് ചെല്ലുന്നത്.
അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ എത്ര ഭയം നമുക്ക് വേണം. രാഷ്ട്രപതിയുടെ ഓഫീസിൽ ചെന്ന് കൊടുക്കുന്ന അപേക്ഷ വേണേ ചെയ്തോന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ കൊടുക്കുന്നത്? അല്ല. പ്രൈസുള്ളൂ. നമ്മൾ എത്ര ഭയഭക്തി പൂർവം, സാറേ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന്, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണമേ എന്ന് പറഞ്ഞാണ് ആ ബഹുമാന്യനായ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ചെല്ലുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴും ഹൗ ഹംബിൾ വി ഷുഡ് ബി. എത്ര താഴ്മ നമുക്കുണ്ടായിരിക്കണം, എത്ര താഴ്മ നമുക്കുണ്ടായിരിക്കണം. കാരണം എൻ്റെ പ്രാർത്ഥന ഈ ലോകത്തിലെ ഒരു ഓഫീസറിൻ്റെ മുമ്പിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് കൊടുക്കുമെങ്കിൽ എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ഹൗ ഹംബിൾ ഷുഡ് ബി. എത്രമാത്രം നമ്മൾ താഴ്മയോടെ വേണം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പാകെ നാം നൽകേണ്ടത്. രണ്ടാമത്തത്, praise it should be confident. How confident we should be, because our prayer is reaching in heaven. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന അങ്ങ് സ്വർഗ്ഗത്തിലാണ് ചെല്ലുന്നത്. So we need to be very humble because our prayer is being treated in heaven. We should be very confident because my petition is working in heaven. Amen. Praise the Lord. And also we should be very worshipful. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി യാതൊരു യോഗ്യതയുമില്ല ഈ സ്വർഗത്തിലോട്ട് നേരിട്ട് അയക്കാനായിട്ട് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ താണഭൂമിയിൽ പാപപങ്കുലമായ ജീവിതത്തിൽ ജീവിച്ച എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന സ്വർഗത്തിൻ്റെ പാവനമായ ഇടത്തേക്ക്, ദ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് അയക്കാൻ ഹൗ വർതി ഐ ആം, എത്രമാത്രം യോഗ്യത എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് ചെല്ലണമെങ്കിൽ അതുപോലുള്ള സ്വാധീനം പിന്നിലുണ്ടാകണം. അല്ലാതെ ഞാനൊരു ദിവസം രാവിലെ ഡൽഹിക്ക് ട്രെയിനും പിടിച്ച് ചെന്നാൽ അവിടെ കയറ്റത്തൊന്നുമില്ല. ഇതുപോലെ റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്ത് മന്ത്രിതലങ്ങളിലൊക്കെ അതിനൊക്കെ അപേക്ഷ കൊടുത്ത് പല പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ ഒന്ന് ചെല്ലാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥന സ്വർഗത്തിലൂടെ അയക്കാൻ എന്നെ യോഗ്യനാക്കിയല്ലോ. യാതൊരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക്, യാതൊരു ക്രെഡിറ്റും ഇല്ലാത്ത എനിക്ക് എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് അയക്കാൻ കഴിഞ്ഞത് തന്നെ എത്ര ഭാഗ്യമാണ്. സോ ഹൗ വർഷിപ്പിംഗ് നമ്മുടെ ജീവിതം എത്രമാത്രം ദൈവത്തെ ആരാധിക്കണം. കാരണം കർത്താവേ, എനിക്കിതിന് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് അയക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലമായി, അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് മൂലമായി എൻ്റെ പ്രാർത്ഥന എനിക്ക് സ്വർഗത്തിലേക്ക് അയക്കാൻ എന്നെ യോഗ്യനാക്കിയപ്പോൾ our approach should be very worshipful. Hallelujah. We should be in his presence with worshiping mind. അവനെ ആരാധിക്കുന്ന മനോഭാവത്തോടെ ആയിരിക്കണം നാം ആയിരിക്കേണ്ടത്. കാരണം എൻ്റെയും നിങ്ങളുടെയും കാര്യം സാധിപ്പിച്ചു തരുന്നത് ഒരു ചില്ലറ ഓഫീസിൽ നല്ല, സ്വർഗത്തിൽ നിന്നാണ് സാധിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ആരാധനയോടെ കടന്നു വരണം. And our prayer is reaching in heaven, so we should be very hopeful. ഇനി കാര്യം നടക്കത്തില്ല എന്ന് ഒരുപക്ഷെ ഈ ലോകത്തിലെവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്നാൽ സ്വർഗത്തിലാണെങ്കിൽ പ്രതീക്ഷയുണ്ട്. നിർജീവമാക്കപ്പെട്ടത് സ്വർഗത്തിലാണ് ചെല്ലുന്നതെങ്കിൽ ജീവൻ വെക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ടാകത്തില്ല എന്ന് പറയുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ അതിന് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒറ്റ കാര്യം, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് കൃത്യമായി ഇടപെടുകയാണ്. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലർ, പ്രൈസ് ദി ലോർഡ്, ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഹോപ്പ്ലെസ്, ഇനിയും പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇഫ് ഹെവൻ ഈസ് ഹാൻഡിലിംഗ് ദിസ് ഇഷ്യൂ, ഇത് സ്വർഗമാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ യു ഷുഡ് ബി വെരി ഹോപ്പ്ഫുൾ. നിങ്ങൾ വളരെ പ്രതീക്ഷയുള്ളവരായിരിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. എനിക്കറിയത്തില്ല എന്തുകൊണ്ടത് എൻ്റെ അതരത്തിൽ വന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രതീക്ഷയില്ല എന്ന് തോന്നിപ്പിച്ച സമയങ്ങൾ പലതും കടന്നു കാണും. ഹല്ലേലൂയ. പല ശാസ്ത്രീയമായ, പല സയന്റിഫിക് ആൻഡ് മെഡിക്കൽ റീസൺസ് പലതും കാണും. എന്നാൽ it is applied in heaven, സ്വർഗത്തിലാണ് അത് അയച്ചിട്ടുള്ളതെങ്കിൽ യു ഷുഡ് ബി വെരി ഹോപ്പ്ഫുൾ. പ്രതീക്ഷയോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗത്തേക്കാണ് നമ്മുടെ പ്രാർത്ഥന ചെന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ അവർ prayer is going to a Father. Our prayer is going and reaching to the one who is still alive for me. And my prayer is reaching to a
ഹോളി പ്ലേസ് ദാറ്റ് ഈസ് ഹെവൻ. പ്രൈസ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന വിഫലമല്ല. ഒരുപക്ഷെ നിങ്ങളൊരു ചെറിയ റൂമിലിരുന്നായിരിക്കും പ്രാർത്ഥിച്ചത്, എന്നാൽ അതിൻ്റെ എഫക്റ്റ് സ്വർഗത്തോളം ചെല്ലും. നിങ്ങളൊരു ചെറിയ മുറിക്കകത്തിരുന്നായിരിക്കാം പ്രാർത്ഥിച്ചത്, നിങ്ങൾ വണ്ടിയിലിരുന്നായിരിക്കാം പ്രാർത്ഥിച്ചത്, എന്നാൽ അതിൻ്റെ എഫക്റ്റ് അങ്ങ് സ്വർഗം വരെ എത്തും. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആ വാക്യം പറയുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതിൻ്റെ ആ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ പേഴ്സൺ നോക്കിയിരിക്കുക. അതെന്താ പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സോ പ്രെയർ ഈസ് ഓൾവേസ് എ കോർപ്പറേറ്റ് എലമെൻറ്റ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എൻ്റെ പിതാവ്, എൻ്റെ കാര്യം എന്നാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ട, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് അവർ ഫാദർ. സോ പ്രെയർ ഫോർ വൺ അനദർ. നമ്മുടെ കാര്യം വെച്ച് ഉപവസിച്ച് അങ്ങ് പ്രാർത്ഥിച്ച് പോകണ്ട. പ്രാർത്ഥിച്ചു, അതിനൊന്നും തെറ്റില്ല. എന്നാൽ വല്ലപ്പോഴുമെങ്കിലും മറ്റൊരാളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. മറ്റൊരാളുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ സഹോദരിക്ക് വേണ്ടി, എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു പ്രയാസമുണ്ട്, എൻ്റെ കൂട്ടുവിശ്വാസിക്ക്, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രയാസമുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ലേഡീസ് മിനിസ്ട്രീസിൻ്റെ റെസിഡൻഷ്യൽ മീറ്റിങ്ങിൽ ഓരോ ദിവസവും നിങ്ങൾ ഓരോരുത്തരുടെ പേര് എടുക്കുമല്ലോ അതിനകത്തുനിന്ന് ബോക്സിൽ നിന്ന്. പ്രൈസ് ലോർഡ്. പറ്റുമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഇന്ന വ്യക്തിയെക്കുറിച്ച് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ ലഭിച്ചിരിക്കുന്നത്, ഇന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. Praise the Lord. Hallelujah. So prayer is for praying for one another. Hallelujah. എൻ്റെ ആവശ്യം മാത്രമല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ He is the Father of all. എല്ലാവരുടെയും പിതാവാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലുപരിയായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രൈസ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ണം പ്രാർത്ഥിക്കണം, ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം. നമ്മുടെ പ്രാർത്ഥന സെൽഫിഷ് ആകരുത്, നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാകരുത്, നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നത് എല്ലാവരുടെയും പിതാവിൻ്റെ അടുക്കലേക്കാണ്.